ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാവൽ മാലാഖമാരുടെ വണക്കമാസം 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 5-ാം ദിവസത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പങ്കുചേരുമ്പോൾ കാവൽ മാലാഖമാരെക്കുറിച്ചും നവറുന്ന മാലാഖമാരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി, ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുന്ന മാലാഖമാരെക്കുറിച്ച് മനസ്സിലാക്കി, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാവൽ മാലാഖമാർ ചൊരിയുന്ന ആ സ്നേഹവും ആ സംരക്ഷണവും സഹായവും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോവുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാണ് മാലാഖമാർ, എങ്ങനെയാണ് ദൈവത്തെ സേവിക്കുന്ന മാലാഖമാർ, ദൈവത്തിൻ്റെ സേവകരായ മാലാഖമാർ, ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അവർ ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ്. രണ്ടാമത് കാണുന്ന കാര്യമാണ് അവർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരുമാണ്. എങ്ങനെയാണ് സന്ദേശവാഹകരായ അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ്, ഇല്ലെങ്കിൽ ദൂതന്മാർ നമ്മൾ വിളിക്കാറുണ്ട്. മാലാഖമാർ എന്നൊപ്പം തന്നെ ദൂതന്മാർ, സന്ദേശം കൊണ്ടുപോകുന്ന സന്ദേശവാഹകർ, ദൂതന്മാർ. ആരാണ് ദൂതന്മാർ? എന്തുകൊണ്ടാണ് മാലാഖമാർ ദൂതന്മാരായി മാറിയത്? എങ്ങനെയാണ് മാറിയത്? വചനത്തിൽ അനേക സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ദൈവമക്കളുടെ പക്കലേക്ക് ദൂതുമായി സന്ദേശവുമായി കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ അംബാസഡേഴ്സ് ദൂതന്മാർ കടന്നു വന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മാലാഖമാർ സന്ദേശവാഹകരാണ് എന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, പിതാവായ ദൈവം ആർക്കാണ് വെളിപാട് നൽകിയത്? നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പിതാവായ ദൈവം യോഹന്നാനാണ് വെളിപാട് നൽകിയത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെയാണ് പറയുക. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. പിതാവായ ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. ഈ രണ്ടാമത് വീണ്ടും കാണുകയാണ്, അവൻ തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അപ്പോൾ യോഹന്നാന് വെളിപാട് നൽകിയത് ആരാണ്? അത് മാലാഖയാണ്. കർത്താവിൻ്റെ ദൂതനാണ് യോഹന്നാന് വെളിപാട് നൽകിയത്. വചനം പറയുകയാണ്, പിതാവായ ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് യേശുക്രിസ്തു തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാന് വെളിപാട് നൽകിയത് മാലാഖയാണ്. പുത്രനായ ദൈവം തൻ്റെ മാലാഖയെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാൻ ലഭിച്ച വെളിപാട് 22-ാം അധ്യായം 16-ാം വചനം പറയുന്നുണ്ട്, യേശുവായി ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു. യേശുവായി ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി ഒരു ദൂതനെ അയച്ചു, എൻ്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. അപ്പോൾ ദൂതന്മാരിലൂടെ മാലാഖമാരിലൂടെ സന്ദേശവും വെളിപാട് നൽകുന്ന ദൈവത്തെയാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. കർത്താവിൻ്റെ മാലാഖമാർ സന്ദേശവാഹകരാണ്. സന്ദേശവും അവൻ ദൈവസന്നിധിയിൽ നിന്നും സന്ദേശവുമായി വരുന്നവരാണ് മാലാഖമാർ. ഹല്ലേലൂയ. വീണ്ടും കാണുവാനായിട്ട് സാധിക്കും, സന്ദേശവാഹകരായ മാലാഖമാരുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ സന്ദേശവാഹകരാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ തെളിവ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബിയാട് ഗണത്തിൽപ്പെട്ട സക്കറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അവർ വാർദ്ധക്യമായിട്ടും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു. അങ്ങനെ ദൈവസന്നിധി ശുശ്രൂഷ നടത്തി വരവേ ഒരു ദിവസം പൗരോഹിത്യ വിധി പ്രകാരം ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് ദേവാലയത്തിൽ ധൂപാർച്ചന ധൂപപ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന സമയത്ത് സക്കറിയയുടെ പക്കലേക്ക് കർത്താവിൻ്റെ മാലാഖ, ധൂപപീഠത്തിൻ്റെ വലതു ഭാഗത്ത് കർത്താവ് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു, ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സക്കറിയയോട് പറഞ്ഞു. സക്കറിയ ആ സമയത്ത് ദൂതനെ കണ്ട് അസ്വസ്ഥനായി. ഉടനെ സക്കറിയയോട് ഈ പ്രത്യക്ഷപ്പെട്ട മാലാഖ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. മാലാഖ സക്കറിയയോട് പറയുകയാണ്, പേടിക്കേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ദൂതൻ പറയുകയാണ്, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യയായ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അങ്ങനെ ഈ വാർത്തയുമായി, സ്നാപയോഹന്നാൻ ജന്മവാർത്തയുമായി മാലാഖ സക്കറിയയുടെ പക്കലേക്ക് വന്നു. സക്കറിയ അത് വിശ്വസിക്കാതെ, ഇല്ലെങ്കിൽ ഈ മാലാഖ കൊടുത്ത സന്ദേശം
ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് വന്ന ഈ മാലാഖയോട് പറയുമ്പോൾ മാലാഖ പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ മാലാഖയാണ്. സന്ദേശവാഹന മാലാഖമാരെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഗബ്രിയേൽ മാലാഖയെ കുറിച്ച്. ദൈവത്തിന് മംഗളവാർത്തയുമായി സന്ദേശമായി വരുന്ന വെളിപാടുകളുമായി വരുന്ന ഗബ്രിയേൽ മാലാഖ. ഈ ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ മാലാഖയാണ്. വീണ്ടും ഈ ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, എൻ്റെ വചനം അവിശ്വസിച്ചുകൊണ്ട് ഇത് സംഭവിക്കുന്നത് വരെ നീ മൂകനായി തീരും. കർത്താവിൻ്റെ ആ സന്ദേശം മാലാഖ കൊണ്ടുവന്ന ആ സന്ദേശം നീ വിശ്വസിക്കാത്തത് കൊണ്ട് ഇത് സംഭവിക്കുന്നവരെ നീ മൂകനായിത്തീരും, ഒരു അടയാളമായിട്ട് നീ മൂകനായിത്തീരുമെന്ന് സക്രിയയോട് പറയുന്ന ഗബ്രിയേൽ മാലാഖ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മാലാഖമാർ സന്ദേശവാഹകരാണ്. ദൈവസന്നിധിയിൽ നിന്നും മാലാഖ സന്ദേശമായി വരുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ് ഗബ്രിയേൽ മാലാഖ സക്രിയയുടെ പക്കലേക്ക് വന്ന ഈ സംഭവം നമ്മൾ കാണുക. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ മാലാഖമാർ സന്ദേശവാഹകരുമാണ്. സന്ദേശവാഹക മാലാഖമാരെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വീണ്ടും നാളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വെളിപാട് നൽകുന്ന മാലാഖയെ കണ്ടു, സക്രിയയ്ക്ക് സന്ദേശം കൊടുത്ത മാലാഖയെയും കണ്ടു. നമ്മുടെ പക്കലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ മാലാഖമാർ സന്ദേശവുമായി വരുന്നുണ്ട്. സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറാവാം. കർത്താവിനെ നമുക്ക് ചെവി കൊടുക്കാം. മാലാഖമാർ, നമ്മുടെ കാവൽ മാലാഖയും ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ പക്കലേക്ക് അയക്കപ്പെടുന്ന കർത്താവിൻ്റെ ദൂതന്മാർ സന്ദേശവുമായി വരുമ്പോൾ ആ സന്ദേശങ്ങൾ ഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് തയ്യാറാവാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ കാവൽ മാലാഖമാരുടെ വണക്കമാസ പ്രാർത്ഥനയിൽ തുടർന്ന് പങ്കുചേരുമ്പോൾ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. മാലാഖമാരുടെ സന്ദേശം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം മുമ്പോട്ട് പോകാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.